വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഗുഡ്വില്ലിന്റെ വാല്യൂഷൻ മെത്തേഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ഫേം വാല്യൂസ് ഗുഡ്വിൽ ഓൺ ദ ബേസിസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഹിന്റ് ഒക്കെ കിട്ടും നമുക്ക്. ഇപ്പൊ 2 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് 2 years പർച്ചേസ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത് പറയുന്നത് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ലാസ്റ്റ് 3 years. ലാസ്റ്റ് 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. 2021 4000 എന്നും 22 7000 ആൻഡ് 23 2000 എന്നുള്ള 3 വർഷത്തെ എന്താണ് പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെയ്റ്റ്സ്, ഈ ഓരോ വർഷത്തെയും പ്രോഫിറ്റിന്റെ വെയ്റ്റ്സും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇഫ് ദ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് വെയ്റ്റ്സ് 1, 2 ആൻഡ് 3. അപ്പോൾ വെയ്റ്റ്സ് തന്നിരുന്നാൽ നമുക്ക് അവിടെ വേറെ യാതൊരു കാര്യവും ചിന്തിക്കേണ്ട കാര്യമില്ല. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്? നമ്മളെ ആവറേജ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് അല്ലേ കണ്ടുപിടിച്ചത്, അതുപോലെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. എന്താണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. അപ്പൊ എന്താണ് ടോട്ടൽ പ്രോഡക്റ്റ്, എന്താണ് ടോട്ടൽ വെയ്റ്റ് എന്ന് നോക്കണ്ടേ? നോക്കണം. വർക്കിംഗ് നോട്ട് ഷുവർലി നമ്മൾ എഴുതി തന്നെ ചെയ്യണം. ഒരു ടേബിൾ പോലെ ജസ്റ്റ് വരയ്ക്കുക. വേറൊന്നുമല്ല, ഇയർ, പ്രോഫിറ്റ്, വെയ്റ്റ്, പ്രോഡക്റ്റ്. എന്തൊക്കെയാണ്? ഇയർ, പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെയ്റ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് മാത്രമാണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഭവം മാത്രമാണ്. അപ്പൊ നമ്മൾ ടേബിൾ വരച്ചു. 2021 22 23 വർഷത്തെ പ്രോഫിറ്റ് അതുപോലെ എടുത്ത് എഴുതി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതത് വർഷത്തിലെ വെയിറ്റും തന്നിട്ടുണ്ട്. 21 പ്രോഫിറ്റിന്റെ വെയിറ്റ് എത്രയാണ്? 1 ആണ്. 22 പ്രോഫിറ്റിന്റെ വെയിറ്റ് എത്രയാണ്? 2 ആണ്. 23 ആണെങ്കിൽ 3. ആ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? ആ വെയിറ്റും എല്ലാ കാര്യങ്ങളും എടുത്തെഴുതി. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ഓരോ വർഷത്തെ പ്രോഫിറ്റിന്റെയും അതത് വർഷത്തെ വെയിറ്റ് കൊണ്ട് ഇൻഡു ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് 2021 പ്രോഫിറ്റ് 4000, ആ വർഷത്തെ വെയിറ്റ് 1 ആണ്. അവിടത്തെ പ്രോഡക്റ്റ് എത്രയാണ്? 4000. 4000 × 1 4000 ആണ് കിട്ടുന്നത്. അടുത്ത് നോക്ക്, 2022 വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? പ്രോഫിറ്റ് 7000, വെയിറ്റ് 2. അപ്പൊ അവിടത്തെ പ്രോഡക്റ്റ് എത്രയാണ്? 7000 × 2 ഈസ് ഈക്വൽ ടു 14000. 14000 രൂപയാണ് അവിടത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 14000 ആണ് അവിടത്തെ എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് 2023 പ്രോഫിറ്റ് എത്രയാണ്? 2000, വെയിറ്റ് 3. അപ്പോ 2000 × 3 പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 6000. അപ്പൊ ഇത്തരത്തിലാണ് പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ടോട്ടൽ, ഏതിന്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്? വെയിറ്റിന്റെ ടോട്ടലും പ്രോഡക്റ്റിന്റെ ടോട്ടലും മതി. പ്രോഫിറ്റിന്റെ ടോട്ടൽ നമുക്ക് ഈ ടേബിളിൽ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല. അപ്പൊ ഏതൊക്കെയാണ്? വെയിറ്റിന്റെ ടോട്ടൽ എത്രയാണ്? 1 + 2 + 3 ഈസ് ഈക്വൽ ടു 6. പ്രോഡക്റ്റിന്റെ ടോട്ടൽ എങ്ങനെയാണ്? 4000, 14000 ആൻഡ് 6000 ഈസ് ഈക്വൽ ടു 24000 എന്ന് നമുക്ക് പ്രോഡക്റ്റിന്റെ വെയിറ്റും കിട്ടി. ഇത് രണ്ടും കിട്ടി. നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ? ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് എത്രയാണ്? 24000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 6. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എത്രയെന്ന് കിട്ടി? നമുക്ക് 4000 എന്ന് കിട്ടി ഇല്ലേ? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 4000. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗുഡ്വിൽ കണ്ടുപിടിച്ചാൽ പോരെ. ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയായിരുന്നു? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ദാറ്റ് മീൻസ് എത്രയാണ്? 4000 × 2 ഈസ് ഈക്വൽ ടു 8000 ആണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ എത്രയാണ്? 8000 ആണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.